ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയോ? ഇത് നമുക്ക് കുറച്ചധികം PYQs ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സാം ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഏതാ, എന്നിട്ട് നിങ്ങളൊന്ന് അവിടെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് ശരിയാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ കഴിയുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി, ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു എക്സാം മോഡൽ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം നമുക്കിനി ദിവസങ്ങൾ എത്ര ഉണ്ട്, ഒരു 10 ദിവസങ്ങൾ അല്ലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഇനിയിപ്പോൾ മുഴുവൻ വായിച്ചെടുക്കുക അതിനുള്ള സമയമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഏരിയകൾ, കാരണം കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടറ്റിന്. ഈ ഏരിയയിൽ നിന്നൊക്കെ പരമാവധി ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കേട്ടറ്റ് എക്സാമിന് PYQ മാത്രമാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അടുത്ത എക്സാം ചിലപ്പോൾ ടഫായിട്ടെന്ന് പറയും. ആ രീതിയിലൊന്നും വന്നിട്ടില്ലല്ലോ, ഭയങ്കര ടഫാണെന്ന് പറയും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ അതേ ക്വസ്റ്റ്യൻ വരും എന്ന് ഉറപ്പിക്കരുത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡിയേത്? കണ്ടെത്തൽ പഠനം, ജെറോം എസ് ബ്രൂണർ അല്ലേ. ഡിസ്കവറി ലേണിംഗ്, അതാണ് കണ്ടെത്തൽ പഠനം. അർത്ഥപൂർണമായ സ്വീകരണ പഠനം, മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ്, ആരാണ്? ഡേവിഡ് ഒസബൽ. നിരീക്ഷണ പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്, ആരുടേതാണ്? BF സ്കിന്നർ. ശ്രമപരാജയ പഠനം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, EL തോണ്ടേക്ക്. ഏതായിരിക്കും ശരിയായ ആൻസർ? ശരിയായ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായ ജോഡി ഏതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി വരുന്നത് ഓപ്ഷൻ B ആണ്, മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് അല്ലേ. അവിടെ മാറി ഓപ്ഷൻ B അല്ല, നമ്മൾ ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ് ഒബ്സർവേഷണൽ ലേണിംഗ്. അതായത് നമുക്കറിയാം ഡിസ്കവറി ലേണിംഗ് ബ്രൂണറുടേതാണ്, മീനിങ് ഫുൾ റിസപ്ഷൻ ഒസബലിൻ്റെതാണ്. പക്ഷേ ഒബ്സർവേഷൻ ലേണിംഗ് ആരുടേതാണ്? ആൽബർട്ട് ബന്ദുരയുടേതല്ലേ ഒബ്സർവേഷൻ ലേണിംഗ്. സ്കിന്നർ പിന്നെ ആരുടേതാണ്? സ്കിന്നറുടെ കൺസെപ്റ്റ് എന്താണ് നമുക്കറിയാം, ഈ സ്കിന്നറുടെ റീഇൻഫോഴ്സ്മെൻ്റ് അല്ലേ, റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് കൃത്യമായി പഠിച്ചാൽ ആ പോയിൻ്റ് കൂടി നമുക്ക് പഠിക്കാൻ പറ്റൂലേ. അപ്പോൾ എക്സാമിന് എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓപ്ഷനിൽ 4 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആരും ഒരു ഓപ്ഷനും വിട്ടുപോകരുത്. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ബാക്കി 3 ഓപ്ഷൻ കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉത്തരമാണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 17ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെ മറ്റുള്ളവയെല്ലാം ബുദ്ധി പരീക്ഷാ സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ പ്രസക്തമാണ്. ഫാക്ടേഴ്സ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്കോർ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇതിൽ 3 അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ 4ാമത്തെ ഏതാണ്? അതാണ് ചോദ്യം. അക്കാഡമിക് അച്ചീവ്മെൻറ്റ് അല്ലേ. ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തിയാൽ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, കുട്ടിയുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹ്യ സാമ്പത്തിക നിലവാരം അല്ലേ. ഒരു കുട്ടിയുടെ സാമൂഹ്യ നിലവാരവും തീർച്ചയായും ഒരു ബുദ്ധി പരീക്ഷയെ സ്വാധീനിക്കുന്നുണ്ട്. പാരമ്പര്യം, ഹെറിഡിറ്റി, നമ്മൾ പറഞ്ഞു ലേണിങ്ങിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഹെറിഡിറ്റി ഉണ്ട്, ലേണിംഗ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും അതും ബാധിക്കും. പിന്നെ ലിംഗം, അതല്ലെങ്കിൽ ജെൻഡർ അല്ലേ. ബുദ്ധിയെ ജെൻഡർ സ്വാധീനിക്കുന്നുണ്ടോ? ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ലിംഗമാണ്, അതല്ലെങ്കിൽ ജെൻഡറാണ് ഇവിടെ ഇമ്പാക്റ്റ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 18ാമത്തെ ചോദ്യം, ഭാഷാവികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് ചിൽഡ്രൻ യൂസ് സിംഗിൾ വേർഡ്സ് ഡ്യൂറിങ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ടു കൺവേ എ ഹോൾ സെൻറ്റൻസ്. അപ്പോൾ ഈ കാര്യത്തെ നമ്മൾ എന്താണ് വിളിക്കുക? ടെലിഗ്രാഫിക് സ്പീച്ച്, ഹോളോഫേസ്, ഫോണറ്റിക്സ്, സിൻടാക്സ്. ഏതായിരിക്കും? ടെലിഗ്രാഫിക് സ്പീച്ച്, ഹോളോഫ്രേസ്, ഫോണറ്റിക്സ്, സിൻടാക്സ്. ഇതിൽ ഓപ്ഷൻ B ആണ്, ഹോളോഫ്രേസ് ആണ്. ഹോളോഫ്രേസ് ആണ് എന്ത് കറക്റ്റായ ഉത്തരം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, യൂസ് സിംഗിൾ വേർഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ.
അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടെലിഗ്രാഫിക് സ്പീച്ച്. ഇത് 2 വേർഡ് അട്ടറൻസ് എന്ന് പറയും. എന്ത് പറയും? 2 വേർഡ്സ്. അതായത് ഒരു കുട്ടി 1.5 മുതൽ 2.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി യൂസ് ചെയ്യുന്ന, അതിനിടയിലാണ് 2 വേർഡ്സ് അട്ടറൻസ്, അതായത് ടെലിഗ്രാഫിക് സ്പീച്ച് ഉണ്ടാവുന്നത്. ഇതും നമ്മൾ പഠിക്കേണ്ടതാണ്. CTET എക്സാമുകൾക്കൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതായത് ഈ ഘട്ടത്തിൽ കുട്ടി ചെയ്യുന്നത് ചില അത്യാവശ്യ വേർഡ്സുകൾ, ഉദാഹരണത്തിന് വാണ്ട് മിൽക്ക് അല്ലേ, അതല്ലെങ്കിൽ വാണ്ട് ജ്യൂസ് എന്നൊക്കെ പറയുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കുട്ടി പറയുന്നില്ല, പക്ഷേ അവൻ ആവശ്യമായ കാര്യം മാത്രം അവൻ പറയുന്നു. ഒരു ടെലഗ്രാമിലൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാറില്ല, പഴയ കാലത്ത് ടെലഗ്രാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്, അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്, ടെലഗ്രാഫിക് സ്പീച്ച്. ഫുൾ സെൻറ്റൻസ് അല്ലാതെ അത്യാവശ്യ കാര്യം, അതായത് അമ്മ ഇരിക്കുന്നു എന്നിങ്ങനെ പറയാം, മമ്മി സിറ്റ്, അത്രേ പറയും അവന്, മമ്മി സിറ്റ്. ഇതാണ് ടെലിഗ്രാഫിക് സ്പീച്ച്. പിന്നെ ഫോണറ്റിക്സും സിൻടാക്സും ഒക്കെ ലാംഗ്വേജിൻ്റെ ഭാഗമാണ് അല്ലേ. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ് ഈസ് ദ കൾച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻ ഫോർ മസ്കുലിൻ ഓർ ഫെമിനിൻ ബിഹേവിയർ. ഏതാണ് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ച് സമൂഹത്തിനുള്ള ഒരു പ്രതീക്ഷയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ജെൻഡർ റോൾ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ഓപ്ഷൻ വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം ജെൻഡർ റോൾ എന്ന് പറയാം. ജെൻഡർ ബയാസ് ആണ് നമുക്ക് പല എക്സാമിനും വരാറുണ്ട്, ജെൻഡർ ബയാസ് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു. ഒരമ്മയുടെ പ്രതികരണമാണിത്. കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ് ഈ പ്രവൃത്തിക്ക് കാരണം? വെനെവർ ദ ചൈൽഡ് ഗെറ്റ്സ് എ ടോയ് ഹി ഓപ്പൺ ഇറ്റ് സംഹൗ എക്സാമിൻസ് ആൻഡ് സ്പോയിൽസ്. കുട്ടിയെക്കുറിച്ചുള്ള അമ്മയുടെ പരാതിയാണ്, എന്ത് കിട്ടിയാലും അത് പരിശോധിക്കുന്നു എന്നിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ്? വിച്ച് ഡെവലപ്മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ആങ്സൈറ്റി, ക്യൂരിയോസിറ്റി, ആങ്കർ, പ്ലഷർ. കുട്ടിയുടെ ആങ്സൈറ്റിയാണ്. എന്താണ്? ആങ്സൈറ്റി അല്ല, കുട്ടിയുടെ ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി നമുക്കെന്ത് പറയാം? കുട്ടിയുടെ ജിജ്ഞാസയാണ് കുട്ടിയെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കെന്ത് പറയാം? ഈ വികാസഘട്ടം അല്ലേ, വികാസഘട്ടത്തിലെ സവിശേഷതയാണ് ക്യൂരിയോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 21ാമത്തെ ചോദ്യം. ഒരു ബീജഗണിത ക്ലാസ്സിൽ പ്രശ്നപരിഹരണത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി. വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി വുഡ് ബി ബെസ്റ്റ് ടു യൂസ് വെൻ സോൾവിംഗ് എ പ്രോബ്ലം ഇൻ ആൾജിബ്ര ക്ലാസ്? ഹ്യൂറിസ്റ്റിക്, അൽഗോരിതം, ട്രയൽ ആൻഡ് എറർ, മീൻസ് ആൻഡ് അനാലിസിസ്. ഉത്തരം ഏതാണ്? അൽഗോരിതമാണ്. അൽഗോരിതം. ഇതിൽ ഹ്യൂറിസ്റ്റിക്കും അൽഗോരിതവും പ്രധാനപ്പെട്ട പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോബ്ലം സോൾവിങ്, അതായത് ക്ലാസ് റൂമിൽ പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 സ്ട്രാറ്റജി, ഒന്ന് ഹ്യൂറിസ്റ്റിക്കും രണ്ടാമത്തേത് ആൽഗരിതവും. പക്ഷേ ഹ്യൂറിസ്റ്റിക്കിൻ്റെ പ്രത്യേകത നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഹ്യൂറിസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് പ്രോബ്ലം സോൾവിങ് എന്ത് തിങ്കിങ് ആണ്? ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് തിങ്കിങ് ആണോ യൂസ് ചെയ്യുന്നത്? കൺവേർജൻ്റ് തിങ്കിങ് ആണ് അല്ലേ. കാരണം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നമ്മളൊരു പ്രശ്നത്തിൻ്റെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക ചെയ്യുക, അതിനാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹ്യൂറിസ്റ്റിക്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് റിലവൻ്റ് ആയ കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് എല്ലാം കൂടി പരിഗണിച്ചിട്ടല്ല, പിന്നെ അതിൽ നിന്ന് മോസ്റ്റ് റിലവൻ്റ് ആയ കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വരുന്നു. അതുകൊണ്ട് അതിന് മറ്റൊരു പേരുണ്ട്, ഷോർട്ട് കട്ട് സ്ട്രാറ്റജി എന്ന് പറയും. ഷോർട്ട് കട്ട് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയാറുണ്ട്. അതേ സമയത്ത് അൽഗോരിതത്തിൽ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ റൂൾസ് നമ്മളെന്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് എത്തുന്നു?
ഉത്തരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആൾജിബ്രയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്നാണെന്ന് ചോദിച്ചപ്പോൾ അൽഗോരിതം എന്ന ഓപ്ഷൻ വന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അതുപോലെ ട്രയൽ ആൻഡ് എറർ, അതും ഇതിൻ്റെ മറ്റൊരു മെത്തേഡാണ്. പക്ഷെ അതൊരു കോംപ്രഹെൻസീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ കുറച്ച് അപ്രോച്ചുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഫ്രോയിഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജേഴ്സ്, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് BF സ്കിന്നർ. ഇതും 4 ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തെറ്റായ ഓപ്ഷൻ വന്നിട്ടുള്ളത് ടൈപ്പ് അപ്രോച്ച് ആരാണ്? ആൽപോർട്ട്. നിങ്ങൾക്കറിയാം ആൽപോർട്ടിൻ്റെ അപ്രോച്ച് ഏതായിരുന്നു? ടൈപ്പ് അല്ല, പിന്നെയോ ട്രെയ്റ്റ് അപ്രോച്ച് അല്ലേ. ട്രെയ്റ്റ് കാർഡിനൽ ട്രെയ്റ്റ്, അതുപോലെ തന്നെ സെൻട്രൽ ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആളാണ് ആൽപോർട്ട്. ഫ്രോയിഡ് മനോവിശകലന സമീപനമാണ്. കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക്, അതായത് മാനവികതാ സമീപനമാണ്. സ്കിന്നർ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചാണ്. തീർച്ചയായും 4 ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ അധിക കേട്ടിട്ട് എക്സാമിനും വരാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മാത്രം പഠിച്ചു പോകരുത്. നമ്മൾ എല്ലാ സ്റ്റേജസും പഠിക്കണം. മാസ്ലോയുടെ ആ ശ്രേണിയില്ലേ, അതിൽ ഓരോ ഘട്ടവും പഠിക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും താഴെയുള്ള ആവശ്യം ഏതാണെന്നാണ് ചോദിച്ചത്. എന്നിട്ട് ഓപ്ഷൻ ഏതൊക്കെയാണ്? ബിലോങ്ങിങ്നെസ്, ഇൻറ്റിമസി, സെൽഫ് ആക്ച്വലൈസേഷൻ, സേഫ്റ്റി. ഇതിൽ ഓപ്ഷൻ തീർച്ചയായും ഓപ്ഷൻ D ആണ്, സേഫ്റ്റി ആണ് വരിക. നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, സേഫ്റ്റി ആണോ ഏറ്റവും താഴെയുള്ള ഹെയറാർക്കിയിൽ ഏറ്റവും താഴെയുള്ളത്? അല്ല. പിന്നെയോ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിന് മുകളിലാണ് എന്ത് വരുന്നത്? സേഫ്റ്റി വരുന്നത്. പക്ഷേ ഈ ഓപ്ഷനിൽ ഏറ്റവും താഴെയുള്ളത് നമുക്ക് എന്താണ്? സേഫ്റ്റി എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങളാണ് സർഗാത്മക ബുദ്ധി, പ്രായോഗിക ബുദ്ധി, അതുപോലെ മൂന്നാമത്തൊരു ബുദ്ധിയുണ്ട്. അതേതാണ്? അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, സ്പാഷ്യൽ ഇൻ്റലിജൻസ്. ഉത്തരം അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. ക്ലിയർ? അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്. ഇവിടെയും ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും മറ്റു ക്വസ്റ്റ്യന് ഉത്തരം എഴുതാൻ പറ്റും. ഇമോഷണൽ ഇൻ്റലിജൻസ്, EQ എന്ന കൺസെപ്റ്റ് ആരുടേതായിരുന്നു? ഡാനിയൽ ഗോൾമാൻ. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇനി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കുട്ടി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലേ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ ഹവാർഡ് ഗാർഡനർ, നമുക്കറിയാം ഹവാർഡ് ഗാർഡനറുടെ കൺസെപ്റ്റാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ സ്പാഷ്യൽ ഇൻ്റലിജൻസും. ഇതും പഠിച്ചു വെക്കാനുള്ള ഭാഗം തന്നെയാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ട്രയാർക്കിക് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, ഇതിന് മറ്റൊരു പേര് പറയാറുണ്ട് സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ്. അതായത് ഒരു സന്ദർഭം എങ്ങനെ നേരിടാം അല്ലേ, എങ്ങനെ നേരിടാം എന്ന് കുട്ടി മനസ്സിലാക്കുന്നത് ഈ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്ന് പറയും. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രത്യേകത കൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം എന്താണ്? ക്വസ്റ്റ്യൻ ഡെവലപ്മെൻ്റൽ ഡിസാബിലിറ്റി ആണ് കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലേണിംഗ് ഡിസാബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻ്റൽ ഡിസാബിലിറ്റിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓട്ടിസം, മെൻ്റലി റിട്ടാർഡ് ചിൽഡ്രൻ, സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ്, സ്ലോ ലേണർ. ഇവിടെ ഉത്തരം ഏതാണ്? ഡെവലപ്മെൻ്റൽ ഡിസാബിലിറ്റി മെൻ്റലി ചാലഞ്ചഡ് ചിൽഡ്രൻ ആണ്. അവർക്കാണ് എന്ത്? ഡെവലപ്മെൻ്റൽ ഡിസാബിലിറ്റി ഉള്ളത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ എന്താണ്? ബാക്ക്വേർഡ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ മാറിപ്പോയത് സ്ലോ ലേണേഴ്സ്, ചിൽഡ്രൻ വിത്ത് IQ ലെവൽ 90 to 110.
110 മെൻ്റലി സിക്ക് അതല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ. മാനസിക രോഗമുള്ളവരാണോ? ഐക്യു 90നും 110നും ഇടയിലുള്ളവരാണോ? മന്ദപഠിതാക്കളാണോ? മേൽ പറഞ്ഞവരെല്ലാവരും പെടുമോ? അപ്പോൾ ഐക്യു 110, 90 to 110 എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്? ആവറേജ് ലെവലുള്ള കുട്ടികളല്ലേ. അപ്പോൾ ഇവരെ നമുക്ക് ബാക്ക്വേർഡ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ ഓപ്ഷൻ പറ്റില്ല, ഡിയും പറ്റില്ല, കാരണം ഓൾ ഓഫ് ദി എബോയിൽ പെടില്ല. പിന്നെ നമുക്കുള്ളത് ബാക്ക്വേർഡിൽ മെൻ്റലി സിക്ക്, സ്ലോ ലേണർ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ആരാണ്? സ്ലോ ലേണർ. അതാണ് നമ്മൾ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ, അതായത് ബേബി ടോക്ക് സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഡിഫൻസ് മെക്കാനിസം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഡിഫൻസ് മെക്കാനിസം. ഇവിടെ ചോദ്യം നോക്കൂ. ചെറിയ കുട്ടിയെ പോലെ സംസാരിക്കുക, അതേതാണ്? റിപ്രഷൻ, റിഗ്രഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ. ഏതാണ് ഉത്തരം? റിഗ്രഷൻ, അതല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് പറയും. അപ്പോൾ സമായോജന തന്ത്രങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം. ഇതിൽ പ്രധാനപ്പെട്ട റാഷണലൈസേഷൻ പ്രധാനപ്പെട്ടതാണ്. അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയാറുണ്ട്, അല്ലെ പരീക്ഷയിൽ തോറ്റത് ടീച്ചറുടെ പ്രശ്നമാണ്, അല്ലേ? ടീച്ചർ പ്രശ്നമല്ല, എക്സാമിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയാം. ഒരു ന്യായീകരിക്കുക, അതിനാണ് ന്യായീകരണം. ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, മറ്റുള്ളവരുടെ പ്രശ്നം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത കുട്ടികൾ, അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ, അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതൊരു സബ്ലിമേഷൻ എന്ന് പറയാം. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ദമനം, മനസ്സിൽ ഒതുക്കി നിർത്തുന്ന പരിപാടി. മനുഷ്യന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും അതുപോലെ മാനസിക സംഘട്ടനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതെന്ത് ചെയ്യും? അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? ദമനം എന്ന് പറയാം. അപ്പോൾ നമ്മളെ മനസ്സിനെ താളം തെറ്റാതെ പിടിച്ചു നിർത്താൻ ആളുകൾ പ്രയോഗിക്കുന്നതാണ് ദമനം എന്ന് പറയാം. അതിൽ നമ്മൾ ഈ റാഷണലൈസേഷൻ പറഞ്ഞതിന് ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് 2 രീതിയിൽ റാഷണലൈസേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. റാഷണലൈസേഷൻ ഉണ്ടാവുന്ന 2 രീതികൾ. ഒന്ന് സോർ ഗ്രേപ്പിസം. എന്താണ് സോർ ഗ്രേപ്പിസം? നമ്മൾ പറയില്ലേ മുന്തിരിങ്ങ അത് പുളിക്കുമെന്ന് പറയും. ഒരു കുറുക്കൻ അല്ലേ മുന്തിരി കിട്ടാതായപ്പോൾ അവൻ പറഞ്ഞത് മുന്തിരിങ്ങ പുളിക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തിട്ടുള്ളത്. അതായത് പരീക്ഷയിലൊക്കെ മാർക്ക് തീരെ കിട്ടിയില്ല, അപ്പോൾ നമ്മളെന്ത് പറയും? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഉപയോഗിക്കുക. ഓന് പറയും എന്തിനാണ് ഇപ്പോൾ കുറേ മാർക്കൊക്കെ വാങ്ങിയിട്ട്. ഇങ്ങനെ ഒരു കുട്ടി പറയുമ്പോൾ അവിടെ അവൻ ശ്രമിക്കുന്നത് തൻ്റെ മാർക്ക് കുറച്ച് മാർക്കേ ഉള്ളൂ, അതിനെ മറികടക്കാൻ കുട്ടി ശ്രമിക്കുന്നതാണ്. കുറേ മാർക്കൊന്നും വാങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. റാഷണലൈസേഷൻ മറ്റൊരു രീതിയിൽ എന്ത് പറയാം? മധുര നാരങ്ങ ശൈലി, മധുര നാരങ്ങ. അപ്പോൾ ഇത് നമ്മൾ സ്വീറ്റ് ലെമണിസം എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാളെന്ത് ചെയ്യുന്നു? ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അപ്പോൾ അവൻ പറയാണ് ഇപ്പോൾ ഉഷാറായി, എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം, എൻ്റെ ഫാമിലിയുടെ കൂടെ കുറേ കാലമായിരുന്നു ഞാൻ ഒരുമിച്ച് കൂടിയിട്ട്, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ എപ്പോഴും താമസിക്കല്ലോ എന്ന് ആശ്വസിക്കുക. ഇതാണ് മധുര നാരങ്ങ എന്ന ശൈലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്പഷ്ടമായ സ്മരണയും സുചിതമായ സ്മരണയും 2 തരം സ്മരണകളാണ്. നിങ്ങൾ ഇംഗ്ലീഷ് നോക്കിയാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറീസ് ആർ 2 ടൈപ്പ്. അപ്പോൾ മെമ്മറിയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും ഏത് തരം മെമ്മറിയാണ്? ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, സെൻസറി മെമ്മറി, റോഡ് മെമ്മറി. ഉത്തരം ഏതാണ്? ലോങ് ടേം മെമ്മറിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ലോങ് ടേം മെമ്മറി. നമ്മൾ മെമ്മറി പഠിക്കുന്നതിൽ എപ്പോഴും പഠിച്ചിരിക്കേണ്ട സംഗതിയാണ് എന്ത്? മെമ്മറി 2 ടൈപ്പാണ്. ഒന്ന് ഷോർട്ട് ടേം അല്ലേ, ഷോർട്ട് ടേം മെമ്മറിയാണ്. രണ്ടാമത്തേതാണ് എന്ത്? ലോങ് ടേം എന്ന് പറയുന്നത്. ഇതിൽ ലോങ് ടേം ആണ് എന്ത്? എക്സ്പ്ലിസിറ്റ് അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് എന്നായി മാറുന്നത്. ഇതിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെയും ഇംപ്ലിസിറ്റ് മെമ്മറിയുടെയും 2 ടൈപ്പ് പറയണം. അതായത് ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്ന 2 മെമ്മറിയാണ്. ഒന്ന് സെമാൻറ്റിക്, എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ, സെമാൻറ്റിക് മെമ്മറിയും അതുപോലെ തന്നെ എപ്പിസോഡിക് മെമ്മറി. ഇത് എല്ലാ എക്സാമിനും വന്നിട്ട്, എല്ലാ എക്സാം എന്ന് പറഞ്ഞാൽ അധികം എക്സാമിനും മെമ്മറിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുക. മെമ്മറി 2 ടൈപ്പ് ഉണ്ട്, ലോങ് ടൈം, ഷോർട്ട് ടൈം. ഇതിൽ എക്സ്പ്ലിസിറ്റ് ആണ്
സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും. അപ്പോൾ ഇംപ്ലിസിറ്റ് എക്സാമ്പിൾ എന്താണ്? ഞാൻ ഇവിടെ ജസ്റ്റ് നമുക്ക് സ്ഥലം ഉണ്ടോ നോക്കാം. പ്രൊസീജിയറൽ എന്താണ് പറയുക? പ്രൊസീജിയറൽ മെമ്മറി. അതുപോലെ മറ്റൊന്നാണ് പ്രൈമിങ് എന്നുള്ളത്. അതുപോലെ മറ്റൊന്നുണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് എഫക്റ്റ്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എഫക്റ്റ് അതൊക്കെ ബാധിക്കുന്നത് എവിടെയാണ്? ഇംപ്ലിസിറ്റ് മെമ്മറിയിലാണ്. അതേസമയത്ത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നതാണ് എന്ത്? സെമാൻറ്റിക്കും എപ്പിസോഡിക്കും. ഇതിൽ സെമാൻറ്റിക് എന്ത് എന്ന് പറഞ്ഞാൽ എപ്പിസോഡിക് സംഭവപരമായ ഓർമ്മയാണ്. സംഭവപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കുന്നതിനാണ് എപ്പിസോഡിക് എന്ന് പറയുക. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ജനറൽ റൂൾസ് പൊതുവായ നിയമങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് സെമാൻറ്റിക് മെമ്മറിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 29ാമത്തെ ചോദ്യം. പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരം തിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടം പ്രാഗ് മനോവ്യാപാര കാലഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം, അമൂർത്ത ചിന്തനഘട്ടം. സമൂർത്താണ് കേട്ടോ ഇവിടെ. സമൂർത്ത ചിന്തനഘട്ടം, അമൂർത്ത ചിന്തനഘട്ടം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. അതായത് എബിലിറ്റി ഫോർ സീരിയേഷൻ. നമുക്ക് കുട്ടിക്ക് സീരിയേഷൻ്റെ കഴിവുണ്ടാവുന്നത് ഏത് ഘട്ടത്തിലാണ്? നമുക്കറിയാം അത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടി സീരിയേഷനുള്ള കഴിവുകൾ. ഈ ഘട്ടത്തിലും മറ്റു പല കഴിവുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടി പല കഴിവുകളും റിവേഴ്സബിലിറ്റി അല്ലേ? നമുക്കറിയാം റിവേഴ്സബിലിറ്റി കുട്ടി നേടിയിരിക്കുന്നത് ആ ഘട്ടത്തിലാണ്. ഇങ്ങനെയുള്ള അപ്പോൾ തീർച്ചയായും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. മനഃശാസ്ത്രജ്ഞർ പ്രക്ഷേപണ ശോധകങ്ങളിൽ ഉപയോഗിക്കുന്നത്, അതായത് സൈക്കോളജിസ്റ്റ് യൂസ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ശ്രദ്ധിക്കുക, പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ അസസ് ചെയ്യാനാണോ? അതല്ലെങ്കിൽ കോൺഷ്യസ് മോട്ടിവേഷൻ അസസ് ചെയ്യാനാണോ? അൺകോൺഷ്യസ് മോട്ടിവേഷൻ അസസ് ചെയ്യാനാണോ? അല്ലെങ്കിൽ ഹാപ്പിനെസ് അസസ് ചെയ്യാനാണോ? ഏതിനാണ് മനഃശാസ്ത്രജ്ഞർ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്? അൺകോൺഷ്യസ് മോട്ടിവേഷനെ അസസ് ചെയ്യാനാണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാമിന് വന്നിട്ടുള്ള ചില പ്രൊജക്റ്റീവ് ടെസ്റ്റുകളൊന്നാണ് ചിൽഡ്രൻ അപ്പർ സെക്ഷൻ ടെസ്റ്റ്, കാറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, ടാറ്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ മറ്റു ടെസ്റ്റുകളുമുണ്ട് കേട്ടോ. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ട്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റുകളൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി പഠിച്ചു വെക്കുക. ഏതായാലും ഈ ഒരു ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഒരു കമൻറ്റ് കൊടുക്കുക. താങ്ക് യു.